ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്ററിൽ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ കൊടുക്കാം. ഏറ്റവും മികച്ച കുറച്ച് ട്രാൻസിഷൻ എഫക്റ്റ് കൈൻമാസ്റ്ററിലുള്ള കുറച്ച് ട്രാൻസിഷൻ എഫക്ട്സിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം നിങ്ങൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് ആ വീഡിയോ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോസിൽ ട്രാൻസിഷൻ എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിലും ചെയ്യാം. ഞാൻ കാണിക്കുന്നത് ഫോട്ടോസിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ വെച്ച് നിങ്ങൾക്കിപ്പോൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, ട്രാവൽ വീഡിയോസൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ വീഡിയോസ് കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം, 3 സെക്കൻഡിലുള്ള കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലാണ് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നല്ലൊരു പ്ലേസിൽ പോയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതേമാതിരി കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം പോർട്രേറ്റ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്ത് ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോന് ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ടുള്ള വീഡിയോന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല വീഡിയോസ് ഏതൊക്കെയാണ് അത് മാത്രം ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ വരുന്ന ഭാഗം മാത്രം നിങ്ങൾ ഇങ്ങനെ ട്രിം ചെയ്തിട്ട് ഇങ്ങനെ പാർട്ടായിട്ട് വയ്ക്കുക. ഗൈസ്, ഞാനിപ്പോൾ എല്ലാം സൈസല്ല ഡ്യൂറേഷൻ എല്ലാത്തിൻ്റെയും കുറയ്ക്കുന്നുണ്ട്. ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡൊക്കെ വെച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ട്രാൻസിഷൻ എഫക്റ്റ് കറക്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ട്രാൻസിഷൻ എഫക്റ്റ് ഒന്നുമില്ല, സാധാ ഓരോ ഫോട്ടോ ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് മോർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ട്രാൻസിഷൻ എഫക്റ്റ് ലോഡാവും. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ട്രാൻസിഷൻ എഫക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയാം, നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ സ്റ്റോർ. അതിൽ പോയി നിങ്ങൾക്ക് കുറേ കിട്ടും. ഇവിടെ ആക്സലറേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ ട്രാൻസിഷൻ എഫക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഫോട്ടോ ഡ്രോപ്പ് ആവണ മാതിരി, പിന്നെ സൂം ചെയ്തതിന് സ്പീഡിന്, അങ്ങനത്തെ കുറച്ച് എഫക്റ്റാണ് ഈ ആക്സലറേഷൻ പാക്കിൽ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഒരു എഫക്റ്റ് നമ്മളിതിൽ കൊടുത്തു. ഇപ്പോൾ നമുക്ക് അടുത്തത് സ്പീഡ് ഇട്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് മറ്റൊരു ട്രാൻസിഷൻ എഫക്റ്റ്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് കുറേ സ്പിൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണ ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ എഫക്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിച്ച് നോക്കാം, ഗ്ലിച്ചിൽ മാറുന്ന മാതിരി. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ട്രാൻസിഷൻ എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ 1 സെക്കൻഡിൽ ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതേമാതിരി നിങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ ഇതേമാതിരി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോയിലാണ് ഈ ട്രാൻസിഷൻ എഫക്റ്റൊക്കെ കൊടുത്തത്.
അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള ടെക് വീഡിയോസിനായി അതേപോലെ എഡിറ്റിംഗ് വീഡിയോസിനൊക്കെ ആയി എൻ്റെ ചാനൽ എന്തായാലും ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.